വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ലിവർ റോസ്റ്റാണ്. വേണ്ടുന്ന സാധനങ്ങൾ: 2 വലിയ സവാള ചെറുതായിട്ടരിഞ്ഞത്, ആവശ്യത്തിന് പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനാണ് കേട്ടോ, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ലിവർ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിത് ഒന്നും കൂടി നല്ലതുപോലെ കഴുകിയെടുക്കാം. നല്ലതുപോലെ അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന ലിവർ എല്ലാം കൂടി നമുക്ക് കുക്കറിനകത്തോട്ടിടാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൊച്ചു സ്പൂണാണ് എടുത്തേക്കുന്നത്, മല്ലിപ്പൊടി, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ് നിങ്ങൾ എടുക്കാനുള്ളത്. കാൽ സ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ലിവർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാത്രം വെക്കാം. പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കാം. ഇനി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ലിവർ തുറന്നു നോക്കാം. നല്ലതുപോലെ ലിവർ വെന്തിട്ടുണ്ട്. സവാള എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 കഷ്ണം ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ, നല്ല മണവും ഒക്കെ കിട്ടും. അങ്ങനെ നല്ലതുപോലെ എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകം, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് ഇനി നമുക്കിതിലേക്ക് വേവിച്ച ലിവർ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കണം, എന്നാലേ മസാല എല്ലാം അതിനകത്ത് പിടിക്കത്തുള്ളൂ. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ലിവറെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.